Good morning all. Today we are discussing about the topic Frenkel and Montagnier exciton. രണ്ട് ടൈപ്പ് എക്സൈറ്റോൺസ് ആണ് ഫ്രെങ്കൽ എക്സൈറ്റോണും മോntagnier എക്സൈറ്റോണും. എക്സൈറ്റോൺസ് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒരു ആറ്റത്തിൽ എനർജി അബ്സോർവ് ചെയ്ത് കഴിയുമ്പം ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുന്നു. കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോയ ഇലക്ട്രോണിന് പകരമായിട്ട് വാലൻസ് ബാൻഡിൽ ഒരു ഹോള് അവശേഷിക്കുന്നു. ആ ഹോളും അതുപോലെ തന്നെ ഇലക്ട്രോണും തമ്മിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഇലക്ട്രോൺ ഹോൾ പെയറിന് നമ്മൾ പറയുന്ന പേരാണ് എക്സൈറ്റോൺ എന്ന്. ഇനി രണ്ട് ടൈപ്പ് എക്സൈറ്റോൺസ് ആണ് ഉള്ളത്, ഫ്രെങ്കൽ എക്സൈറ്റോണും മോntagnier എക്സൈറ്റോണും. ഫസ്റ്റ് നമുക്ക് ഫ്രെങ്കൽ എക്സൈറ്റോൺ എന്താണെന്ന് നോക്കാം. നമ്മൾ ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ ടൈറ്റ്ലി ബൗണ്ട് എക്സൈറ്റോൺ ഈസ് കോൾഡ് എ ഫ്രെങ്കൽ എക്സൈറ്റോൺ. അതായത് ഇലക്ട്രോണും ഹോളും തമ്മിലുള്ള ബൈൻഡിങ് വളരെ കൂടുതലാണെങ്കിൽ ആ ടൈപ്പ് എക്സൈറ്റോൺ നമ്മൾ പറയുന്ന പേരാണ് ഫ്രെങ്കൽ എക്സൈറ്റോൺ. ദാറ്റ് ഈസ് ഇൻ എ ടൈറ്റ്ലി ബൗണ്ട് എക്സൈറ്റോൺ ദ എക്സൈറ്റോൺ ഈസ് ലോക്കലൈസ്ഡ് ഓൺ ഓർ നിയർ എ സിംഗിൾ ആറ്റം. The hole is usually on the same atom as the electron, although the pair may be anywhere in the crystal. A Frenkel exciton is essentially an excited state of a single atom, but the exciton can hop from one atom to another by virtue of coupling between the neighbors. അതായത് ഈ ഉണ്ടാകുന്ന ഇലക്ട്രോൺ ഹോൾ പെയർ സെയിം ആറ്റത്തിൻ്റെയോ ഡിഫറെൻ്റ് ആറ്റത്തിൻ്റെയോ ആകാം. ഈ ഇലക്ട്രോണും ഹോളും തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻട്രാക്ഷനാണ് ഉള്ളത്. ഈ സ്ട്രോങ് ഇൻട്രാക്ഷൻ വെച്ചുകൊണ്ട് തന്നെ ഇലക്ട്രോണും ഹോളും ആ ക്രിസ്റ്റലിനുള്ളിൽ മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്, മൂവ് ചെയ്യാനായിട്ട് അതിന് സാധിക്കും. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരു ലാറ്റിസ്, അതിൻ്റെ ലാറ്റിസ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ ആറ്റംസ്. ഈ പൊസിഷനിലാണ് ആറ്റംസ് ഉള്ളത്. അപ്പം ഇതിൽ നോക്കാം, ഈ സിംഗിൾ ആറ്റത്തിൻ്റെ തന്നെ ഇലക്ട്രോണും അതിന് തന്നെ ഹോളുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇത് ആറ്റത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോകുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇത് തമ്മിൽ പരസ്പരം ഒരേ പോലെയാണ്. അതായത് അത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അത് തമ്മിലുള്ള സെപ്പറേഷൻ വളരെ ചെറുതാണ്. അത് ഒരുമിച്ചിരിക്കുന്നൊരു ഫീലാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ടൈപ്പ് എക്സൈറ്റോൺ നമ്മൾ ടൈറ്റ്ലി ബൗണ്ട് എക്സൈറ്റോൺ എന്ന് പേര് കൊടുക്കുന്നത്. ഇനി ടൈറ്റ്ലി ബൗണ്ട് എക്സൈറ്റോൺ കാണപ്പെടുന്ന ഒന്ന് രണ്ട് എക്സാമ്പിൾസാണ് ആൽക്കലി ഹാലൈഡ്സും അതുപോലെ തന്നെ മോളിക്കുലാർ ക്രിസ്റ്റൽസും. ആൽക്കലി ഹാലൈഡ്സിൽ ഫോം ചെയ്യുന്ന എക്സൈറ്റോൺസ് ടൈറ്റ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഫ്രെങ്കൽ എക്സൈറ്റോൺസ് ആണ്. മോളിക്കുലാർ ക്രിസ്റ്റൽസിൽ ആറ്റത്തിലെ വാൻഡർവാൾസ് ബൈൻഡിങ് എനർജീനേക്കാളും കൂടുതലായിരിക്കും അതിൻ്റെ കോവാലൻ്റ് ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ ഫ്രെങ്കൽ എക്സൈറ്റോൺ ആണ് ഫോം ചെയ്യുന്നതെന്ന് പറയുന്നത്. ടൈറ്റ്ലി ബൗണ്ടഡ് എക്സൈറ്റോൺ ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പ് എക്സൈറ്റോൺ ആണ് വീക്ക്ലി ബൗണ്ട് എക്സൈറ്റോൺ ഓർ മോntagnier എക്സൈറ്റോൺ. ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് ലാർജ് ആയിട്ടുള്ള മെറ്റീരിയൽസിലാണ് വീക്ക്ലി ബൗണ്ടഡ് ആയിട്ടുള്ള എക്സൈറ്റോൺസ് ഫോം ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ മോntagnier എക്സൈറ്റോണിൻ്റെ റേഡിയസ് അതിൻ്റെ ലാറ്റിസ് സ്പേസിങ്ങിനേക്കാളും വളരെ കൂടുതലായിരിക്കും. അതെന്ന് പറഞ്ഞാൽ വീക്ക്ലി ബൗണ്ടഡ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഡയമെൻഷൻ വരുന്നത് വളരെ ലാർജാണ്. ഇനി ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരു വീക്ക്ലി ബൗണ്ട് എക്സൈറ്റോൺ ഫോർമേഷൻ. ഇത് ഒരു ലാറ്റിസിൽ ആറ്റംസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പൊസിഷൻസ്, അതിൽ ഇലക്ട്രോണും ഹോളും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അത് തമ്മിൽ ബൗണ്ടഡ് ആണ്, പക്ഷേ അത് തമ്മിൽ അത്ര ടൈറ്റ്ലി ബൗണ്ടഡ് അല്ല, വീക്കായിട്ടുള്ളൊരു ബോണ്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ വീക്ക്ലി ബൗണ്ട് എക്സൈറ്റോൺ എന്ന് പറയുന്നത്. Because of the lower masses and the screened Coulomb interaction, the binding energy is usually much less than that of a hydrogen atom, typically on the order of 0.01 electron volt. Binding energy ഇവിടെ വളരെ കുറവാണ്. This type of exciton was named for Gregory Vanier and Neville Francis Mott. ഈ രണ്ട് സയൻറ്റിസ്റ്റാണ്
വീക്ക്ലി ബൗണ്ട് എക്സൈറ്റോണിന് മോട്ട് ആൻഡ് വാനിയർ എക്സൈറ്റോൺ എന്ന് പേര് കൊടുത്തത്. ഇനി ഈ എക്സൈറ്റോണിന് നമ്മൾ വേറൊരു പേരും കൂടെ പറയാറുണ്ട്, ലാർജ് എക്സൈറ്റോൺസ്. ഫ്രങ്കൽ എക്സൈറ്റോൺസ് സ്മോൾ റേഡിയസ് ഉള്ള എക്സൈറ്റോൺസ് ആണ്. ബട്ട് മോട്ട് വാനിയർ എക്സൈറ്റോൺസ് ലാർജ് റേഡിയസ് ഉള്ള എക്സൈറ്റോൺസ് ആണ്. അതുകൊണ്ടായിരുന്നു നമ്മൾ ലാർജ് എക്സൈറ്റോൺസ് എന്ന പേരിലും പറയാറുണ്ട്. ദെൻ എക്സൈറ്റോണുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ റിസർച്ചുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് എക്സൈറ്റോൺ കണ്ടൻസേഷൻ ഇൻറ്റു ഇലക്ട്രോൺ ഹോൾ ഡ്രോപ്സ്, EHD. നോർമലി നമുക്കറിയാം ഇത് വാലൻസ് ബാൻഡ്, ഇത് കണ്ടക്ഷൻ ബാൻഡ്. ഇവിടെ നിന്നും ഒരു ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് അയോണും ഇവിടെ ഇലക്ട്രോണും വന്നു. ഈ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ബാൻഡ് ഗ്യാപ്പ് എനർജീനേക്കാളും കൂടുതൽ എനർജി കിട്ടി ഇലക്ട്രോൺ ആ എനർജീനെ അബ്സോർബ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു പ്രോസസ്സ്, എക്സൈറ്റേഷൻ പ്രോസസ്സ് നടക്കുകയുള്ളൂ. ഇങ്ങനെ ഈ പ്രോസസ്സ് നടന്നതിന് ശേഷം എന്ത് സംഭവിക്കും? ഇത് വളരെ ചെറിയ ടൈമിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അവിടെ ചെന്ന ഇലക്ട്രോൺ ഈ ഒരു സ്റ്റേറ്റിലാണ് ഇത് തമ്മിൽ എക്സൈറ്റോൺ ഫോർമേഷൻ നടക്കുന്നത്, ഇത് തമ്മിലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം ഈ ഇലക്ട്രോൺ പെട്ടെന്ന് തന്നെ എന്ത് സംഭവിക്കും? താഴേക്ക് തിരിച്ചു വന്ന് റേഡിയേഷനൊക്കെ എമിറ്റ് ചെയ്ത് അത് താഴത്തേക്ക് തിരിച്ചു പോരും. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ അത് നിൽക്കില്ല. അപ്പോൾ ഇങ്ങനെയാണ് നോർമലി നടക്കുന്ന പ്രോസസ്സ്. പക്ഷേ ചില കേസുകളിൽ ചില മെറ്റീരിയൽസിൽ കണ്ടൻസ് ചെയ്തൊരു സ്റ്റേറ്റ് ഫോം ചെയ്യുന്ന ഒരു ടെൻഡൻസി കാണുന്നുണ്ട്. അല്ലെങ്കിൽ അത് വളരെ ചെറിയൊരു ലൈഫ് ടൈമിൽ അതിൻ്റെ ഒരു കണ്ടൻസ്ഡ് സ്റ്റേറ്റ് നമുക്ക് കിട്ടും. അപ്പം അതിനെയാണ് നമ്മൾ എക്സൈറ്റോൺ കണ്ടൻസേഷൻ ഇൻറ്റു ഇലക്ട്രോൺ ഹോൾ ഡ്രോപ്സ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് എ കണ്ടൻസ്ഡ് ഫേസ് ഓഫ് ആൻ ഇലക്ട്രോൺ ഹോൾ പ്ലാസ്മ ഫോംസ് ഇൻ ജെർമേനിയം ആൻഡ് സിലിക്കൺ വെൻ മെയിൻറ്റെയിൻഡ് അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് ഇറേഡിയേറ്റഡ് ബൈ ലൈറ്റ്. ജെർമേനിയത്തിൻ്റെയും സിലിക്കണിൻ്റെയും കേസിൽ ഈ തരത്തിലൊരു കണ്ടൻസ്ഡ് ഫേസ് ഫോം ചെയ്യുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലും മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് ഈ ഒരു പ്രോസസ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ജെർമേനിയത്തിൻ്റെയും സിലിക്കണിൻ്റെയും കേസിൽ ഈ കണ്ടൻസേഷൻ പ്രോസസ്സ് നടക്കുന്നതിൻ്റെ 1-2 സ്റ്റെപ്സാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഫോളോയിങ് സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ് ടേക്സ് പ്ലേസ് വെൻ ആൻ ഇലക്ട്രോൺ ഹോൾ ഡ്രോപ്പ് ഈസ് ഫോംഡ് ഇൻ ജെർമേനിയം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് the absorption of a photon of energy h omega greater than Eg produces a free electron and a free hole with high efficiency. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എക്സൈറ്റേഷൻ നടക്കാനായിട്ടുള്ള മിനിമം കണ്ടീഷൻ h ഒമേഗ എനർജി ഇജിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള എനർജി ഫോട്ടോൺ എനർജി കിട്ടി കഴിയുമ്പോൾ ഇലക്ട്രോൺ, ഒരു ഫ്രീ ഇലക്ട്രോണും ഒരു ഫ്രീ ഹോളും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഹോൾ പെയർസ് ആണത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ദീസ് കമ്പൈൻ റാപ്പിഡ്ലി പെർഹാപ്സ് ഇൻ 1 നാനോസെക്കൻഡ് ടു ഫോം ആൻ എക്സൈറ്റോൺ. അപ്പം എക്സൈറ്റ് ചെയ്ത് ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോയി കഴിഞ്ഞ് ആ ഒരു സ്റ്റേജിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡിൽ തന്നെ, നാനോ സെക്കൻഡിൽ തന്നെ അത് കമ്പൈൻ ചെയ്ത് ഒരു എക്സൈറ്റോൺ ഫോം ചെയ്യുന്നു. ദെൻ ദ തേർഡ് സ്റ്റെപ്പ് ഈസ് the exciton may decay with annihilation of the electron hole pair with a lifetime of 8 microsecond. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്യുന്നു, എന്നിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് 1 നാനോ സെക്കൻഡിനുള്ളിൽ ഒരു എക്സൈറ്റൻ ഫോർമേഷൻ അവിടെ നടക്കുന്നു. തേർഡ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഇലക്ട്രോൺ ഹോൾ പെയർസിൻ്റെ അനിഹിലേഷൻ നടക്കുന്നു. ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ 8 മൈക്രോസെക്കൻഡ് ലൈഫ് ടൈമിനുള്ളിൽ അനിഹിലേഷൻ പ്രോസസ്സ് നടക്കുന്നു. അപ്പോൾ ഇതാണ് നോർമലി സംഭവിക്കുന്ന കാര്യം. പക്ഷേ ജർമ്മനിയത്തിൻ്റെ കേസിൽ തന്നെ എക്സൈറ്റോൺ കോൺസെൻട്രേഷൻ വളരെ ഹൈ ആയിരിക്കുന്ന കേസിൽ, അതായത് ഒരു 10⁻13 സെൻറ്റിമീറ്റർ -3 കൂടുതൽ ആണ് എക്സൈറ്റോൺ കോൺസെൻട്രേഷൻ എങ്കിൽ നമ്മൾ നോർമലി എക്സ്പെക്റ്റ് ചെയ്ത ഈ 3 സ്റ്റെപ്സ് അല്ല നടക്കുന്നത്. പകരം
അതുപോലെ തന്നെ 2K എന്ന് പറഞ്ഞ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കണ്ടീഷനിലുമാണ്. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോൺ ഹോൾ പെയർസ് ഒരു കണ്ടൻസ്ഡ് ഫേസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോണും ഹോളും അനിഹിലേറ്റ് ചെയ്ത് ഇല്ലാതായി പോവുകയല്ല ചെയ്യുന്നത്, അത് ഒരു കണ്ടൻസ്ഡ് ഫേസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ആ പ്രോസസ്സാണ് കണ്ടൻസേഷൻ. അതായത് അതിൻ്റെ ലൈഫ് ടൈം 40 മൈക്രോസെക്കൻഡ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ അത് കണ്ടൻസ് ചെയ്ത് ഏത് ഫോമിലേക്കാണ് മാറുന്നത്? ഒരു ഡീജനറേറ്റ് ഫെർമി ഗ്യാസ്, ഇലക്ട്രോണിൻ്റെയും ഹോളിൻ്റെയും ഒരു ഡീജനറേറ്റ് ഫെർമി ഗ്യാസ് ഫേസിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ പല ഫേസുകൾ അറിയാം. അപ്പോൾ അതുപോലെ തന്നെ കണ്ടൻസ് ചെയ്ത് കിട്ടുന്ന അല്ലെങ്കിൽ കണ്ടൻസ്ഡ് ഫോമിലുള്ള മറ്റൊരു സ്റ്റേറ്റാണ് ഫെർമി ഗ്യാസിൻ്റെ കണ്ടൻസ്ഡ് സ്റ്റേറ്റ്. അപ്പം ഈ കേസിൽ ഇലക്ട്രോൺ ഹോൾ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിട്ട് വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? 40 മൈക്രോസെക്കൻഡ് മാത്രം ലൈഫ് ടൈം അതിനുള്ളൂ. അതൊരു കണ്ടൻസ്ഡ് ഫേസിലേക്ക് മാറുന്നു. അങ്ങനൊരു പുതിയ ഫേസ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ ജെർമേനിയത്തിൻ്റെ കേസിലും സിലിക്കണിൻ്റെ കേസിൽ സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിലാണ് കൂടുതലായിട്ട് ഈ ഒരു പ്രോസസ്സ് കാണപ്പെടുന്നത്. ബാക്കിയുള്ള മെറ്റീരിയൽസിലൊക്കെ ഇങ്ങനെ പുതിയതായിട്ട് ലൈഫ് ടൈം കുറഞ്ഞ ഈ ഫേസ് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ റിസർച്ചസ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് എക്സൈറ്റോണിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? എക്സൈറ്റോൺ 2 ടൈപ്പ് എക്സൈറ്റോൺസ് ആണ്, ഫ്രെങ്കൽ എക്സൈറ്റോൺ ആൻഡ് മോഡ്വാനിയർ എക്സൈറ്റോൺ. ഫ്രെങ്കൽ എക്സൈറ്റോൺ ടൈറ്റ്ലി ബൗണ്ട് എക്സൈറ്റോൺ ആണ്. ബട്ട് മോഡ്വാനിയർ എക്സൈറ്റോൺ എന്ന് പറയുന്നത് ലൂസ്ലി ബൗണ്ടഡ് അല്ലെങ്കിൽ വീക്ക്ലി ബൗണ്ടഡ് എക്സൈറ്റോൺ ആണ്. താങ്ക് യു.